ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 6-ൽ നല്ലൊരു ഗെയിമറായിട്ടുള്ള ഗെയിം എന്താണെന്ന് അറിയുന്ന ഒരാളുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും നല്ലൊരു ഗെയിമർ സീസൺ 6-ൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ പേരും അതിൻ്റെ കാരണവും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ സീസൺ 6-ൽ വന്നിട്ടില്ല. പലർക്കും ഗെയിം എന്താണെന്ന് പോലും അറിയില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒരു ടാസ്ക് കൊടുത്താൽ പോലും വളരെ ഫണ്ണായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും വളരെ സീരിയസ് ആക്കി കൊളമാക്കി തരുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ വളരെ ഫണ്ണായി നമ്മളൊക്കെ ആസ്വദിച്ച് കണ്ട പല ടാസ്കുകളും ഇവർ എന്താ പറയുക, ഒന്നും അറിയാതെ കളിച്ച് വളരെ സീരിയസ് ആയിട്ട് കളിച്ച് കുളം തോണ്ടി തന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് കേട്ടോ. ഈ സീസണിലുള്ളവർ കുറച്ച് പരിദൂഷണം പറയും, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും, അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും, കുറേ നേരം ഭക്ഷണം കഴിക്കും, ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്ക് മാത്രം ചെയ്യും, സ്വയമായിട്ട് ഒരു കാര്യങ്ങളും ഒരു കണ്ടൻറ്റുകളും ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരുന്ന് കിടന്ന് ഉറങ്ങി അങ്ങനെ പോകുന്നതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഈ സീസണിൽ കുറേ നെഗറ്റീവ് അല്ലാതെ നല്ലൊരു ഇമ്പാക്റ്റ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കാൻ ഈ സീസണിൽ ഒരാൾക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ 70 ദിവസങ്ങൾ കടന്നിരിക്കുന്നു, എന്നിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ സീസണിൽ ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ്. ജിൻഡോയെ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവവും അദ്ദേഹം പോലും അറിയാതെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളുമാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. ജിൻഡോയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ജിൻഡോക്ക് ഒരാളോടും സംസാരിക്കാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തന്നെ ഒരു പൂർവ്വസ്ഥിതിയിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിവില്ല. ടാസ്കുകളൊക്കെ വരുമ്പോൾ അസാധ്യമായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പിന്നീട് അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ നിഷ്കളങ്കമായിട്ടുള്ള സംസാരവും മറ്റു കാര്യങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ജിൻഡോയെ സ്നേഹിക്കുന്ന പലർക്കും ഇപ്പോൾ പേടിയാണ്. ഇപ്പോൾ സ്ക്രീൻ സ്പേസ് കുറഞ്ഞു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജിൻഡോ പിന്തള്ളപ്പെട്ടു പോകുമോ എന്നൊരു പേടി ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ, അഭിഷേക്, അപ്സര ഇവരൊക്കെ തന്നെ. ജാസ്മിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ജാസ്മിന് ഒരാളോടും റെസ്പെക്റ്റ് ഇല്ല. നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമാണ് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ അവൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്സര വന്ന ഉടനെ നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സംസാരത്തിലും മറ്റുള്ളവരോടുള്ള ബിഹേവിങ്ങിലും ഒരു ലീഡർഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്സര. അതേപോലെ അപ്സര ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അഭിഷേക് ശ്രീകുമാർ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം പ്രേക്ഷകർക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന വാക്കുകളാണ് വരുന്നുള്ളത്. അത് നല്ല പോയിൻ്റായിട്ട് പറയാൻ അഭിഷേക് ശ്രീകുമാറിന് കഴിയുന്നുണ്ട്. പക്ഷേ അത് പൂർവ്വസ്ഥിതിയിൽ പുറത്തെടുക്കാൻ അഭിഷേകിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ്. സിജോ ആദ്യമൊക്കെ നല്ലൊരു അസാധ്യ ഗെയിമർ തന്നെയായിരുന്നു. എന്ത് വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ അത് കാണാമായിരുന്നു. നല്ലൊരു ലീഡർഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കാട്ടുതീയാകുമെന്നൊക്കെ പറഞ്ഞൊരു തീപ്പൊരിയോ പോലും ആവാനാവാതെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും എനിക്കൊരുപോലെ ആയിട്ടാണ് തോന്നിയത്. എന്തിനാണ് ഇവരൊക്കെ വന്നത് എന്ന് പോലും ഇവർക്കറിയാമെന്നുള്ളതാണ് എൻ്റെ സംശയം.
കാരണം ഒരു ബിഗ് ബോസിന് ചേർന്ന മെറ്റീരിയലേ അല്ല ഇവരൊന്നും തന്നെ. ഇപ്പം അവർക്കൊക്കെ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അൻസിബക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയാൻ, നല്ലൊരു ഗെയിം കൊണ്ടുവരാൻ, നല്ലൊരു കണ്ടൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ ഒരു സ്ഥലത്തിരുന്ന് ഒരു കൂട്ടമായിട്ടോ അതല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഇരുന്ന് പല കാര്യങ്ങളും ചെയ്ത് ഒരു എന്താ പറയുക സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോരുന്നവരാണ്. ഈ സീസണിലെ മിക്കവരും പ്രേക്ഷക പിന്തുണ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഗെയിമറായിട്ടോ പെർഫോമറായിട്ടോ അല്ല. അവർ മറ്റു പല പേഴ്സണൽ കാര്യങ്ങളിലൂടെയാണ് മറ്റുള്ളവർ അവരെ ഇഷ്ടപ്പെടുന്നതും അവർക്ക് വോട്ട് കൊടുക്കുന്നതും. ഒന്നെങ്കിൽ സിമ്പതിയുടെ പുറത്ത്, അതല്ലെങ്കിൽ അവരോടുള്ള മറ്റെന്തോ കാരണത്താലുള്ള ഒരു ഇഷ്ടം കൊണ്ട്, അതല്ലെങ്കിൽ ഫാൻ ബേസ് കണക്ക്. ഇങ്ങനെ ഉള്ള പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ആവശ്യമില്ലാത്ത PR ടീം വന്നിട്ട് മെഴുകുന്നത്. ഈ ഒരു തലത്തിലൂടെയൊക്കെയാണ് ഇവർക്ക് വോട്ട് കിട്ടുന്നതും ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നതും. അല്ലാതെ നല്ലൊരു ഗെയിം, നല്ലൊരു മെസ്സേജ് തരുന്നൊരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്ക് ഇവർക്ക് ആർക്കും ഒരു വോട്ട് പോലും കിട്ടേണ്ട കാര്യമില്ല.